മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ പലപ്പോഴും ഇരുളിലായിപ്പോയ പല ജീവിതങ്ങളുണ്ട്. നിറമുള്ള വസ്ത്രങ്ങൾക്കും പൊട്ടിച്ചിരികൾക്കും അപ്പുറം നോവുന്ന മനസ്സുമായി മാറ്റി നിർത്തപ്പെട്ടവർ. പരിഹാസത്തിന്റെ വേനലിൽ നിന്ന് പോരാട്ടത്തിന്റെ വസന്തത്തിലേക്കുള്ള ആ യാത്ര തുടങ്ങുന്നത് എവിടെയാണ്? അധിക്ഷേപത്തിന്റെ ചാന്തുപൊട്ടുകളിൽ നിന്ന് ആത്മവിശ്വാസത്തിന്റെ മേരിക്കുട്ടിമാരിലേക്കുള്ള ആ മാറ്റത്തിന്റെ ദൂരമാണ് പരിവർത്തനം. 2000കളുടെ തുടക്കത്തിൽ തിരശീലയിൽ അന്നേ വരെ സുപരിചിതമല്ലാത്ത വേഷപ്പകർച്ച വിരുന്നെത്തി. ചായം പൂശിയ ചുണ്ടുകളും വളകളിട്ട കൈകളുമായി വന്ന രാധ ലാൽ ജോസിന്റെ ചാന്തുപൊട്ട് കണ്ട് തിയേറ്ററുകൾ ചിരിച്ചുമറിഞ്ഞു. പക്ഷെ ആ ചിരികൾ ചെന്ന് തറച്ചത് ഒരു ജനതയുടെ ഹൃദയത്തിലേക്കായിരുന്നു. പെണ്ണത്തമുള്ള പുരുഷൻ എന്ന പരിഹാസ പേരിട്ട് നാട്ടുവഴികളിൽ ഒരു തെറിയായി പടർന്നു. സ്വത്വത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരെ വെറും കോമാളികളാക്കി മുദ്രകുത്തിയ കാലം. അവിടെ സിനിമ കേവലം കാഴ്ചയായിരുന്നില്ല, തിരിച്ചറിവായിരുന്നില്ല, പരിഹാസമായിരുന്നു പ്രമേയം, സഹതാപമായിരുന്നു പര്യവസാനം. കാലം കടന്നുപോയി, കാഴ്ചപ്പാടുകൾ മാറി. വേഷപ്പകർച്ചകളിലെ വെറും തമാശയിൽ നിന്ന് യാഥാർത്ഥ്യത്തിന്റെ കൈപ്പറിയാൻ സിനിമ തയ്യാറെടുത്തു. പാശിവൽക്കരിക്കപ്പെട്ടവരുടെ ഉള്ളിലെ അഗ്നി പതുക്കെ പതുക്കെ സ്ക്രീനിൽ പടർന്നു. പെണ്ണായി ജനിക്കാത്തവർക്കും പെണ്ണായി ജീവിക്കാൻ അവകാശമുണ്ടെന്ന് സിനിമകൾ മന്ത്രിച്ചു തുടങ്ങി. ഒളിഞ്ഞുനോട്ടങ്ങളിൽ നിന്നും പരിഹാസ ചിരികളിൽ നിന്നും മാറി മനുഷ്യന്റെ അന്തസ്സിലേക്കും അവകാശങ്ങളിലേക്കും ക്യാമറ കണ്ണുകൾ തിരിഞ്ഞു.